ശ്രീനാരായണ ഗുരുവിനേക്കാൾ ഏറെ വിശിഷ്ടമായിട്ടുള്ള ചിന്തകൾ കേരളത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ അറിയുന്ന കേരളം ബ്രഹ്മാനന്ദ ശിവയോഗിയെ അറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മാനന്ദ ശിവയോഗി ഹാഫ് വേ ആയിരുന്നില്ല, അവിടെ എവിടെയും തൊടാതെ സംസാരിച്ചില്ല. ശ്രീനാരായണ ഗുരു ഒരു വലിയ യുവപ്രഭാവനായ വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഒരുപാട് ആദരവുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത ഒന്നും തന്നെ ഈ കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ നീക്കം ചെയ്യാൻ പര്യാപ്തമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയും. കാരണം ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ് ആളുകൾ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു വിഗ്രഹാരാധനയാണ് വലിയ പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയല്ല അവതരിപ്പിച്ചത്. പക്ഷെ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം വിഗ്രഹാരാധനയെ സപ്പോർട്ട് ചെയ്യണം. മതം എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യണം. ഉദാഹരണമായിട്ട് മദ്യപിക്കരുത് എന്ന് പറയുന്നതും മദ്യപിക്കും ഞാൻ വെട്ടിരുമ്പേ അടിക്കൂ എന്ന് പറയുന്ന തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മദ്യപിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആശയം വരുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞ സാധനം ഇതാണ്. വിഗ്രഹാരാധനയ്ക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്, ആയുധത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം എല്ലാ പുരോഗമന ആശയങ്ങൾക്കെതിരെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അവസാനം എല്ലാം നാസ്തികതയിൽ വന്നു പോയി. അതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. കാരണം നാസ്തികത പ്രതിദാനം ചെയ്യുന്നത് മനുഷ്യന് വേണ്ടിയുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങളുടെ ഏറ്റവും ഉത്തുംഗ ശൃംഖമാണത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, വിഗ്രഹമാകുന്നതിന് മുമ്പ് കല്ലിൽ എന്താണ് ഉണ്ടായിരുന്നത്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർഗം വന്നിട്ട് കാക്രി പൂക്രി പറഞ്ഞ് വിഗ്രഹത്തിലേക്ക് എന്തോ കേറ്റുന്നു എന്നും അപ്പോൾ വിഗ്രഹത്തിന് ദൈവചൈതന്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഫ്യൂഡൽ ചിന്താഗതി എന്ന് അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ കുടുംബ ബന്ധമൊക്കെ ആയിട്ട് വരുന്ന ആളാണ്. ഈ ശിവയോഗി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ചോദിച്ചു, വിഗ്രഹത്തിൽ ദൈവചൈതന്യം ഉണ്ടെങ്കിൽ വിഗ്രഹം ആകുന്നതിന് മുമ്പ് ആ കല്ലിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ചോദ്യമാണത്. ദൈവചൈതന്യം ഓരോ ചരാചരങ്ങളിലും നിങ്ങളിലും എനിക്കിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വിഗ്രഹത്തിന് എന്താണ് ഇത്ര മാർക്കറ്റ് റേറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. ആ വിഗ്രഹത്തിന് മാർക്കറ്റ് റേറ്റ് ഉണ്ടാക്കുന്നതാണ് മതമെന്ന ഏറ്റവും വലിയ കാപട്യം. അല്ലെ, നിങ്ങളെല്ലാം പാറകളല്ലേ കാണുന്നത്? പാറയെ ദൈവമായിട്ട് സങ്കല്പിക്കൂ, വിശുദ്ധമായി ഗ്രഹിക്കൂ, മലയെ തൊഴൂ. അപ്പോൾ ഈ സാധാരണ ഇതിലുള്ള മോഡേൺ മതങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് പ്രകൃതി മതങ്ങൾ. കാറ്റ്, വെളിച്ചം, അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതി ശക്തികൾ, കുറെ കൂടെ ഒക്കെ സയന്റിഫിക്കാണ്. സൂര്യനെ ആരാധിച്ചിരുന്നവരുണ്ട്. സൂര്യനല്ലേ ഭൂമിയിലെ മുഴുവൻ സാധനങ്ങളും, മുഴുവൻ ജീവന്റെ അടിസ്ഥാനവും സൂര്യനല്ലേ? സൂര്യൻ തീർന്നാൽ തീർന്നു. സൂര്യനെ ആരാധിക്കുന്നതിൽ ഇസ് മോർ സയന്റിഫിക്. ഈ മതം പറയുന്നത് നേരെ തിരിച്ചാണ്. ആൾ ദൈവങ്ങൾ, കൃഷ്ണനും രാമനും ഇങ്ങനെയൊക്കെയുള്ള ആൾ ദൈവങ്ങളാണ് കൂടുതൽ ശോഭനം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ സൂര്യാരാധന എന്ന് പറയുന്ന സാധനം സൂര്യനോട് പറയുന്ന ഒരു സർവ്വജീവനും നീയാണ് തന്നത്. സയന്റിഫിക്കലി കറക്റ്റാണ്. സൂര്യനില്ല, ഒന്നുമില്ല. ചന്ദ്രനെ ആരാധിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ സൂര്യനെയും ചന്ദ്രനെയൊക്കെ ആരാധിക്കുമ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടനിലയായിട്ട് നിൽക്കുന്ന ആൾക്കാർ, സൂര്യൻ്റെ ആളാണ് ഞാൻ കൊടുത്താലേ സൂര്യൻ വാങ്ങൂ. ഇതാണല്ലോ ഇതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കരുതുന്നോണം ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമൊന്നുമല്ല. ചിലവർ എന്താണ് മതവിശ്വാസം? എല്ലാത്തിനും അടിസ്ഥാനമായി ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസമാണ് മതവിശ്വാസം. ചുമ്മാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു ചാവല്യം മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഭൂമിയിൽ ജീവനുണ്ട്. 10 ഗ്രഹങ്ങൾ അല്ലെ 8 ഗ്രഹങ്ങളിൽ ജീവനുണ്ട്. സൗരയൂഥത്തിൽ ഒരു സൗരയൂഥത്തിൽ ജീവനുണ്ട്. ഇപ്പോൾ നമ്മുടെ മിൽക്കി വേയിൽ തന്നെ കോടിക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. 100 കോടിക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. അപ്പോൾ എത്രയോ ഗ്രഹങ്ങളിൽ ഭൂമിയെ പോലുള്ള എത്രയോ സൗരയൂഥങ്ങളിൽ ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റ് ഗാലക്സികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 100 കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവനുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് അറിയാൻ കഴിയില്ല. കാര്യം നമ്മളുടെ ഏറ്റവും അടുത്ത നക്ഷത്രം പോലും 4 പ്രകാശവർഷം അകലെ നിൽക്കുമ്പോൾ മറ്റ് പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ മക്കളുടെ ഏതെങ്കിലും അവയവം നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ മറ്റൊരാളുടെ കഴുത്തിറക്കുന്നുണ്ടോ? ഞാനിവിടെ കിടന്ന് എരിപുരി മറിയുന്നുണ്ടോ? ഒന്നുമില്ല. ഇതൊരു വിശ്വാസമാണ്. അങ്ങനൊരു വിശ്വാസം, അതെയാണ് ഒരാൾ വിശ്വസിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ ഒരാളിരുന്ന് ഉണ്ടാക്കി, ഓക്കെ, എത്ര ചപലമാണെങ്കിലും അങ്ങനൊരു വിശ്വാസമാണോ ദൈവവിശ്വാസം? അല്ല. അതന്നെയാണ് ആദ്യം അടിക്കേണ്ടത്. അങ്ങനൊരു വിശ്വാസമാണ്. ഇവിടെ ഒരു ശല്യം ആർക്കും ഇല്ല. അത് ഇയാളങ്ങനെ വിശ്വസിക്കും. ചിലർ ഗ്രഹാനന്തര അന്യഗ്രഹ ജീവികളിൽ വിശ്വസിക്കുന്നു, ചിലർ ഇതിനൊരു അടിസ്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? മതം അതല്ല. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർപ്പാടാക്കുക, കാര്യങ്ങൾ തരുന്ന ഒരു സെറ്റപ്പാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ആവശ്യങ്ങൾ എടുത്തു വെച്ച് ഒരു ഇല്യൂഷണറി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ വെക്കാനുള്ള ഒരു അവസരമാണ്. സംതിങ് ലൈക്ക് അൺഒഫീഷ്യൽ പിക്ചർ തെണ്ടൽ എന്ന് വേണേൽ പറയാം.
നിങ്ങൾ ആവശ്യപ്പെടുകയാണ് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹങ്ങൾ പുറത്തേക്ക് ഒലിക്കുകയാണ്. അല്ല ഇതിന് ഈ പറയുന്ന പ്രകൃതി ശക്തിയായിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയായിട്ടോ അതൊക്കെ ചുമ്മാതെ വെറുതെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഈ പ്രപഞ്ച ശക്തി ഇല്ലെങ്കിലും ഈ പരിപാടികളൊക്കെ നടക്കും.